നമുക്ക് രാത്രിക്ക് കഴിക്കാൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവ് ഞാൻ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അധികം ലൂസ് അല്ലാത്ത ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കലക്കി വെച്ചത്. ഇനി ദോശ കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഗോതമ്പ് ദോശ ചൂടുമ്പോൾ അത് പ്രത്യേകത ഒരു ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ കഴിക്കണം. അപ്പോൾ പ്രത്യേക ഒരു നല്ല ടേസ്റ്റാണ്. എത്ര തിന്നാലും മടുക്കൂല നമുക്ക്. അപ്പോൾ ഇതാ നല്ലോണം കല്ല് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 തവി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നൈസിൽ കനം കുറഞ്ഞ് ഇതുപോലെ വട്ടത്തിൽ പരത്തി കൊടുക്കുക കേട്ടോ. നൈസിൽ പരത്തണം, അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് നൈസ് പരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു ഭാഗം നല്ല കുക്കായി വന്നപ്പോൾ ഞാനത് മറിച്ചിടാണ് കേട്ടോ. മറ്റേ ഭാഗം ഒന്നും മൊരിച്ചെടുക്കാനല്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ഗോതമ്പ് ദോശയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ചുട്ടത്. അപ്പോൾ കുഞ്ഞ് വേറൊരെണ്ണം കൂടെ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ സൈഡായിട്ട് പ്രോൺസ് ആണ് കേട്ടോ. പ്രോൺസും അതിൻ്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് തല ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് പൊട്ടറ്റോ. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും, നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല. വെറും മഞ്ഞളും മുളക്, ഉപ്പ് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചീൻചട്ടിയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് മസാല പരിക്കുക ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കുക. ഞാൻ ക്യാമറ ഒരു കൈയോട് പിടിക്കുന്ന കാരണം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കി ഇതാക്കുന്നതിന്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം എണ്ണയൊക്കെ എല്ലാവരുടെയും ആകുന്ന വിധത്തിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. വേവിക്കല്ല, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. എല്ലാം നല്ലൊരു എന്താ വെച്ചാൽ ഓവർ കുക്കായി പോവണ്ട പ്രോൺസ്, പക്ഷെ എന്നാൽ കുക്കാവുകയും വേണം. അങ്ങനെ ഒരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഒരു റബ്ബർ പോലെ ആവാൻ പാടില്ല. അതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് പ്രത്യേകം ഇഷ്ടമുള്ളവർക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിലേക്കാണ് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ വേറെ നമ്മൾ പാന് കഴുകണ്ടല്ലോ ഒന്നാമത്. അത് പിന്നെ അതിൻ്റെ ഒരു മസാലയും കാര്യങ്ങളൊക്കെ അതിൽ നല്ലോണം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് നമ്മൾ സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമേ ഞാൻ ഈ ഒരു മസാലയിൽ ഇടുന്നുള്ളൂ. ബാക്കി മുളക് പൊടിയൊക്കെ നമ്മൾ പ്രോൺസ് പൊടിച്ചപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അതൊന്ന് വാടിയെന്ന് തോന്നുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ മസാല നമ്മൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് കൂടും കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക, ഓപ്ഷനിലാണ്. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് ഇതായിട്ട് ആ സമയത്ത് കുറച്ച് പഞ്ചസാര കേട്ടോ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ്. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, ഒരു 1/4 സ്പൂണേ ഉള്ളൂ, അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഐറ്റംസ് ഇട്ട് കൊടുക്കുക. അതായത് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് പ്രോൺസിലേക്ക് എല്ലാ മസാലക്കൂട്ടും ഒക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് അടച്ച് വെക്കുക. അപ്പോഴത്തേക്കും നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ മല്ലിച്ചപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. രാത്രി 12 മണിയായതുകൊണ്ടാണ് ഞാൻ അതിന് മെനക്കെടാതെ, വിശന്നിട്ട് പാടില്ലായിരുന്നു. അപ്പം നമ്മളെ ദോശയും കൊഞ്ച് വിത്ത് പൊട്ടറ്റോ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊട്ടറ്റോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ആദ്യം ഞാനൊരു വലിയ പ്രോൺസ് എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം റബ്ബർ പോലെയുള്ള നല്ല സോഫ്റ്റ് മീറ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി ആ ഗ്രേവിയിൽ ഒരു ഗോതമ്പ് ദോശേൻ്റെ കഷ്ണം മുറിച്ചിട്ട് തിന്ന് നോക്കുകയാണ്. അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ തിന്നുന്നതെന്നറിയാം, ഒരു ഉരുളക്കിഴങ്ങ്, ആ ഉരുളക്കിഴങ്ങ് തിന്ന് നോക്കണം. ആ കൊഞ്ചിൻ്റെയും ആ എല്ലാത്തിൻ്റെയും ഫ്ലേവർ അതിലത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടി ഒന്ന് പിടിച്ച് നോക്കുക. കൊഞ്ചും ഉരുളക്കിഴങ്ങും ഗോതമ്പ് ദോശയും കൂടെ പിടിച്ച് നോക്കാനാണ്. ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കോമ്പിനേഷൻ. അപ്പം